Chapter 4 Compactness. Compactness-ൽ പഠിക്കാൻ 3 subsections ആണുള്ളത്. First one 4.1 Compactness in metric spaces, then 4.2 Compact spaces, and 4.3 Local Compactness and the relation between various forms of compactness. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4.1-ലുള്ള ഡെഫിനിഷൻസും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും തിയറംസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി സ്റ്റാർട്ട് വിത്ത് 4.1 Compactness in metric spaces. So ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഫിനിഷൻസ് വെച്ചിട്ടാണ്. ഫസ്റ്റ് ഡെഫിനിഷൻ, എ കളക്ഷൻ ഫാമിലി എ ഓഫ് സബ്സെറ്റ് ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്റ്റോ ഈസ് എ കവർ ഓഫ് എ സബ്സെറ്റ് ബി ഓഫ് എക്സ് പ്രൊവൈഡഡ് ബി സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓഫ് എ എ ബിലോങ്സ് ടു എ. അതായത് എ ബി എ ഫാമിലി ഓഫ് സബ്സെറ്റ് ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്റ്റോ. എയിൽ ഒരുപാട് കളക്ഷൻ ആണുള്ളത്. ലെറ്റ് ഇറ്റ് ബി, വി ക്യാൻ റൈറ്റ് A1, A2, etc. and B is another subset of X. Then we say that this collection form a cover for B provided B can be written as, or B is a subset of union of members of A. In that case we say that this family A form a cover of B. If all the members of B are open, then we say that A is an open cover of B. അപ്പോൾ ഇതിൽ എയിലെ എല്ലാ മെമ്പേഴ്സും ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എ എന്ന് പറയുന്നത് ബിയുടെ ഓപ്പൺ കവറാണ് എന്ന് പറയും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ ആണ് എടുത്തത്. എ സബ്സെറ്റ് എ ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ് ഈസ് സെറ്റ് ടു ബി കോമ്പാക്ട് പ്രൊവൈഡഡ് എവറി ഓപ്പൺ കവർ ഓഫ് എ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. അതായത് എക്സ്റ്റോ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ് ആൻഡ് അതിൻ്റെ ഒരു സബ്സെറ്റാണ് എ. അപ്പോൾ എയിനെ കോമ്പാക്റ്റ് എന്ന് വിളിക്കണമെങ്കിൽ എയിൻ്റെ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം. അതായത് എയിൻ്റെ നമ്മൾ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിൻ്റെ ഫൈനൈറ്റ് സബ് കവറും എയിനെ കവർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? എ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ് എന്ന് വിളിക്കും. കോമ്പാക്റ്റിന് ഇപ്പോൾ നമ്മൾ റിയൽ ലൈൻ കോമ്പാക്റ്റ് അല്ല എന്ന് പറയും. കാരണം റിയൽ ലൈനിൽ നമ്മളിപ്പോൾ ഓപ്പൺ ഇൻറ്റർവൽസ് ഓഫ് ദ ഫോം -n ഈ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഓപ്പൺ കവറാണ്, പക്ഷേ എന്തല്ല, ഇതിന് ഫൈനൈറ്റ് സബ് കവർ ഇല്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ റിയൽ ലൈൻ എടുത്തു. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? -1 1, -2 ഓപ്പൺ ഇൻറ്റർവൽ -2 ഓപ്പൺ ഇൻറ്റർവൽ -3 ഇങ്ങനെ എടുത്താൽ ഇതിൻ്റെയൊക്കെ യൂണിയൻ, മൊത്തം യൂണിയൻ എടുത്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? അത് ആറിനെ കവർ ചെയ്യും, പക്ഷെ അതിന് ഫൈനൈറ്റ് സബ് കവർ ഇല്ല. ഇതിൻ്റെ ഒരു ഫൈനൈറ്റ് സബ് കവർ ഇതിനെ കവർ ചെയ്യില്ല, ആറിനെ കവർ ചെയ്യില്ല. അപ്പോൾ ഇതാണ് പറയുന്നത്, ഒരു സെറ്റ് കോമ്പാക്റ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഏതൊരു ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ്, let XD be a metric space and epsilon greater than 0. A finite subset of X, a finite subset f of X is called an epsilon net for X provided for each X in X there is P in F such that distance of X and P is less than epsilon. അതായത് XD എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണ് തന്നിട്ടുണ്ട്, and epsilon greater than 0, and that F be a finite subset of X. Then we say that F is an epsilon net provided for each X belongs to X there exists a P in F such that their distance is less than epsilon. അതായത് നമ്മൾ ഏതൊരു എലമെൻറ്റ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് എടുത്താലും അത് ഒന്നിക്കൽ എഫിൽ വരാം, അല്ലെങ്കിൽ എഫിന് ഔട്ട് സൈഡ് ഇടാം. അവിടെ എഫിലേത്തൊരു മെമ്പർ ഉണ്ടായിരിക്കണം പി സച്ച് ദാറ്റ് ദിയർ ഡിസ്റ്റൻസ് എക്സ് ആൻഡ് പിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ലെസ് ദാൻ എപ്സലോൺ ആയിട്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ പറയും എക്സിനെ സെൻറ്ററാക്കി എപ്സലോൺ റേഡിയസിൽ വരക്കുന്ന ഓപ്പൺ ബോളിൽ ആരുടെ മെമ്പർ ഉണ്ടായിരിക്കണം? എഫിൽ ഒരു എലമെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. അതാണ് ഫോർ എനി എക്സ് ബിലോങ്സ് ടു എക്സ് ദർ എക്സിസ്റ്റ് പി. ഇപ്പം നമ്മൾ ഏതൊരു എലമെൻ്റ് എടുക്കുകയാണ്, ഇപ്പം ഏതൊരു എലമെൻറ്റ് എക്സ് എന്ന് എടുത്താലും അവിടെ എഫിൽ ഒരു മെമ്പർ ഉണ്ടായിരിക്കണം, so that their distance is less than epsilon. അല്ലെങ്കിൽ നമ്മൾ പറയും ആ എക്സിനെ സെൻറ്ററായിട്ട് വരക്കുന്ന എപ്സലോൺ റേഡിയസിൽ വരക്കുന്ന ഓപ്പൺ ബോളിൽ എഫിലെ ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫിനെ എന്ത് വിളിക്കും? എപ്സലോൺ നെറ്റ് ഫോർ എക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഫൈനൈറ്റ് സബ്സെറ്റിനെയാണ് പറയുക. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫൈനൈറ്റ് സബ്സെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് കോൾഡ് ആൻ എപ്സലോൺ നെറ്റ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ് ദർ എക്സിസ്റ്റ് പി ഇൻ എഫ് സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് പി ഇസ് ലെസ് ദാൻ എപ്സലോൺ. A metric space is said to be totally bounded if for each epsilon greater than 0 there is an epsilon net. അതായത് മെട്രിക് സ്പേസിനെ നമ്മൾ ടോട്ടലി ബൗണ്ടഡ് എന്ന് വിളിക്കണമെങ്കിൽ
ഏതൊരു പോയിന്റ് നമ്മൾ എടുത്താലും അവിടെ ഒരു എപ്സിലോൺ നെറ്റ് ഉണ്ടായിരിക്കണം. അതായത് അവിടെ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് അതിലത്തെ എലമെൻറ്റും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോൺ ആയിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അപ്പോൾ ഏതൊരു എപ്സിലോൺ എടുത്താലും ഈ കണ്ടീഷൻ പോസിബിൾ ആയിരിക്കണം. എപ്സിലോൺ നമ്മളിപ്പോൾ 2 എടുത്താൽ അവിടെ ഡിസ്റ്റൻസ് ലെസ് ദാൻ 2 ആയിട്ടുള്ള എന്തുണ്ടായിരിക്കണം, എഫിലേത്തെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ മെട്രിക് സ്പേസിന് ടോട്ടലി ബൗണ്ടഡ് ആണ് എന്ന് പറയും. സോ മൂവ് ഓൺ ടു ഫസ്റ്റ് തിയറം. തിയറം 4.1. എവറി ടോട്ടലി ബൗണ്ടഡ് മെട്രിക് സ്പേസ് ഈസ് ബൗണ്ടഡ്. അപ്പോൾ ഏതൊരു ടോട്ടലി ബൗണ്ടഡ് മെട്രിക് സ്പേസും എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, സപ്പോസ് എക്സ് ഡി എന്താണ്, ടോട്ടലി ബൗണ്ടഡ് ആണ് എന്ന് അസ്യൂം ചെയ്യും. ടോട്ടലി ബൗണ്ടഡ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഡി ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ടോട്ടലി ബൗണ്ടഡ് ആണെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എൻ എപ്സിലോൺ നെറ്റ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എപ്സിലോൺ ഈക്വൽ ടു 1 എടുക്കുന്നത്. അതായത് 1 നെറ്റ് എഫ് എന്ന് പറയുന്നത് എന്തായിട്ട് ചൂസ് ചെയ്തു, 1 നെറ്റായിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ മെട്രിക് സ്പേസ് ആണ്, എക്സ് ഡി ബി എ മെട്രിക് സ്പേസ് ആൻഡ് എഫ് എന്ന് പറയുന്നത് 1 നെറ്റായിട്ട് ചൂസ് ചെയ്തു. ഇപ്പോൾ ടോട്ടലി ബൗണ്ടഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഏതൊരു എലമെൻറ്റ് പിക്ക് ചെയ്താലും എഫിൽ ഒരു എലമെൻറ്റ് പി ഉണ്ടാവും സച്ച് ദാറ്റ് ദെയർ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ 1, കാരണം എപ്സിലോൺ 1 ആണ് ചൂസ് ചെയ്തത്. ഇനി നമ്മൾ എം എടുക്കുകയാണ്. ലെറ്റ് എം ഈക്വൽ ടു മാക്സിമം ഓഫ് ഡിസ്റ്റൻസ് ഓഫ് പി ആൻഡ് ക്യൂ വേർ പി കോമ ക്യൂ ബിലോങ്സ് ടു എഫ്. എഫിലുള്ള എലമെൻസിൻ്റെ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് നമ്മൾ എം ആയിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ എഫിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എം ആയിട്ട് ചൂസ് ചെയ്തു. നമ്മൾക്ക് ഈ സ്പേസ് മെട്രിക് സ്പേസ് ടോട്ടലി ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏത് 2 ആർബിട്രറി പോയിന്റ് എടുത്താലും ഡിസ്റ്റൻസ് ബൗണ്ടഡ് ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ലെറ്റ് എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു എക്സ്, നമ്മൾ 2 പോയിന്റ് എടുക്കുകയാണ്. ലെറ്റ് എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു എക്സ്. ഇനി നോക്കാം, എക്സ് എന്ന് പറയുന്നത് എക്സിലുണ്ട് ആൻഡ് എഫ് എന്ന് പറയുന്നത് 1 നെറ്റ് ആണ് പറഞ്ഞത്. എഫ് 1 നെറ്റ് ആണ്, മെട്രിക് സ്പേസ് ടോട്ടലി ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എ മെമ്പർ പി ഇൻ എഫ് സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് പി ഈസ് ലെസ് ദാൻ 1. ഇങ്ങനെ ഒരു എലമെൻറ്റ് എന്തായാലും എഫിലുണ്ടായിരിക്കും. ഇതിൻ്റെയും എക്സിൻ്റെയും പിൻ്റെയും ഡിസ്റ്റൻസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി അതുപോലെ നമ്മൾ വൈയും എക്സും തന്നെയാണ് എടുത്തത്. എഫ് 1 നെറ്റ് ആണ്, എഫ് 1 നെറ്റ് ആണ്. അതുപോലെ എക്സ് ഡി എന്ന് പറയുന്നത് ടോട്ടലി ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ക്യൂ ഉണ്ടാവും എഫിൽ സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് വൈ ആൻഡ് ക്യൂ ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഇവിടെ ഒരു ക്യൂ ഉണ്ടാവും ആൻഡ് വൈൻ്റെയും ക്യൂവിൻ്റെയും ഡിസ്റ്റൻസ് ലെസ് ദാൻ 1. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് എക്സിൻ്റെയും വൈൻ്റെയും ഡിസ്റ്റൻസ് എന്താണ് വരുന്നത്, ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെക്കാട്ടിയും ചെറുതാണോ എന്നാണ് നോക്കേണ്ടത്. ഡി ഓഫ് എക്സ് വൈ നമുക്ക് എന്തെടുക്കാം, ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്തിട്ട് വി ക്യാൻ റൈറ്റ് ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് പി പ്ലസ് ഡി ഓഫ് പി ക്യൂ പ്ലസ് ഡി ഓഫ് ക്യൂ വൈ. ഇങ്ങനെ എഴുതാണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഡി ഓഫ് എക്സ് പി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഡി ഓഫ് പി ക്യൂ, പിയും ക്യൂവും എഫിലെ മെമ്പറാണ്, എഫിലെ മാക്സിമം ഡിസ്റ്റൻസ് എം ആണ്. സോ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഡിസ്റ്റൻസ് ലെസ് ദാൻ എമ്മോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം. പ്ലസ് എഗെയിൻ ഡിസ്റ്റൻസ് ഓഫ് ക്യൂ ആൻഡ് വൈ ഈസ് ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾക്ക് ഇതെന്ത് കിട്ടി, 2 പ്ലസ് എം. അതായത് ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ലെസ് ദാൻ 2 പ്ലസ് എം. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ഏത് 2 പോയിന്റ് എടുത്താലും ആർബിട്രറി പോയിന്റ് എടുത്താലും ദിയർ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ 2 പ്ലസ് എം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ലെസ് ദാൻ 2 പ്ലസ് എം ഫോർ ഓൾ എക്സ് ആൻഡ് വൈ ഇൻ എക്സ്. ആർബിട്രറി പോയിന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് എക്സ് ഡി ഈസ് ബൗണ്ടഡ്. അപ്പോൾ ഒരു ടോട്ടലി ബൗണ്ടഡ് മെട്രിക് സ്പേസ് എപ്പോഴും എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു റിമാർക്കാണ്, ഇതിൻ്റെ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. അതാണ് എവറി ബൗണ്ടഡ് മെട്രിക് സ്പേസ് നീഡ് നോട്ട് ബി ടോട്ടലി ബൗണ്ടഡ്. അപ്പോൾ ഒരു സ്പേസ്, ഒരു മെട്രിക് സ്പേസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് ടോട്ടലി ബൗണ്ടഡ് ആവണമെന്നില്ല എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർ വിത്ത് സ്റ്റാൻഡേർഡ് ഒരു മെട്രിക് എടുക്കുകയാണ്. ലെറ്റ് ആർ ഡി കൺസിഡർ ചെയ്യാണ് വിത്ത് ഡി ഡിഫൈൻഡ് ആസ് ഡി ഓഫ് xy equal to minimum of 1 comma absolute value of x minus y.
നമ്മളിങ്ങനെ ഒരു മെട്രിക് കൺസിഡർ ചെയ്യാണ്. ഇത് മെട്രിക്കിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആർ ഡി എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസായി. അങ്ങനെയാണെങ്കിൽ ആർ ഡി എന്ന് പറയുന്നത് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും. നോക്കാം നമുക്ക് ആർ ഡി ബൗണ്ടഡ് ആണോ എന്ന്. നമ്മൾ ഏത് പോയിന്റ് എടുത്താലും ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ 2 പോയിന്റ് എടുത്ത് അതിൻ്റെ മിനിമം 1 ആണ് വരുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ഇനി മിനിമം എന്ന് പറയുന്നത് മോഡ് എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് 1നെക്കാട്ടിയും ചെറുതായിരിക്കും. ഏറ്റവും ചെറുത് 1 ആണെങ്കിൽ മിനിമം ആണ് ചൂസ് ചെയ്യുന്നത്. സോ മിനിമം ഓഫ് 1, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ എന്നാണ് പറയുന്നത്. അപ്പോൾ മിനിമം നമ്മൾ 1 ആണ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്താ പറയുക? ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 1. ഈ രണ്ട് വാല്യൂവിൽ മിനിമം 1 ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത് അതിൻ്റെ മിനിമം ആണ്. സോ 1 എടുത്തു. ഇനി അല്ലാത്ത കേസ് മിനിമം എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ് വരുന്നത്. ഇതാണ് മിനിമം എന്ന് പറഞ്ഞാൽ ഇത് ഏതിനെക്കാട്ടിയും ചെറുതായിരിക്കണം? 1നെക്കാട്ടിയും ചെറുതായിരിക്കണം. ആ കേസിൽ നമുക്ക് എന്താ പറയുക? നമ്മൾ ഏതെങ്കിലും 2 പോയിന്റ് എടുത്തപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡ് എക്സ് മൈനസ് വൈ ആണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം അത് 1നെക്കാട്ടിയും ചെറുതായിരിക്കും. സോ ഏത് പോയിന്റ് റിയൽ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും ഈ മെട്രിക് പ്രകാരം ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും ഫോർ ഓൾ എക്സ് വൈ ഇൻ ആർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആർ ഡി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. സോ ബൗണ്ടഡ് ആണ് ഈ മെട്രിക് പ്രകാരം. ഇനി നമ്മളിത് എന്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്? ടോട്ടലി ബൗണ്ടഡ് അല്ല. അതായത് ഇവിടെ ഒരു നമ്മളെടുക്കുന്ന എപ്സിലോൺ ഈക്വൽ ടു ഹാഫ് എടുത്തിട്ട് ഇവിടെ ഒരു ഹാഫ് നെറ്റ് ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു ഹാഫ്. ഇനി നമ്മളെടുക്കുന്ന ലെറ്റ് എഫ് ബി ദി ഹാഫ് നെറ്റ്. ഹാഫ് നെറ്റായിട്ട് ചൂസ് ചെയ്തു. ആൻഡ് പി എന്ന് പറയുന്നത് മാക്സിമം ഓഫ് എഫിലത്തെ ഏറ്റവും മാക്സിമം എലമെൻറ്റിനെയാണ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് പി പ്ലസ് 1, ക്യൂ എന്ത് വരുന്നതെന്ന് നോക്കാം. ഫോർ എനി പി, ക്യൂ ബിലോങ്സ് ടു എഫ്, അല്ലെങ്കിൽ ഫോർ എനി ക്യൂ ബിലോങ്സ് ടു എഫ്. പി എന്ന് പറയുന്നത് എഫിലത്തെ മാക്സിമം ഏറ്റവും വലിയ എലമെൻ്റ് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏറ്റവും വലുതായിട്ടുള്ളതാണ് പി. നമ്മൾ ഏതൊരു ക്യൂ ഇൻ എഫ് എടുത്താലും ഡിസ്റ്റൻസ് ഓഫ് പി പ്ലസ് 1 ആൻഡ് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡിസ്റ്റൻസ് ഓഫ് പി പ്ലസ് 1 ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം എന്ത് വന്നു? നമ്മൾ ഡിഫൈൻ ചെയ്തത് മിനിമം ഓഫ് 1, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് പി പ്ലസ് 1 മൈനസ് ക്യൂ. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ വാല്യൂ എന്തായിരിക്കും വരിക? വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഇവിടെ പി എന്ന് പറയുന്നത് പി ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്ന കേസ് വന്നാൽ പി മൈനസ് ക്യൂ ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് മിനിമം ഓഫ് 1, ഈക്വൽ ടു എന്ത് വരും? 1 വരാം. 1 ഇഫ് പി ഈക്വൽ ടു ക്യൂ. ഇനി പി നോട്ട് ഈക്വൽ ടു ക്യൂ ആയ കേസിൽ നമ്മൾ നോക്കുക, പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും വരിക. പി ആണ് ഏറ്റവും വലുത്. അപ്പോൾ പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതിനോട് നമ്മൾ 1 ആഡ് ചെയ്യാണ്. അപ്പോൾ അത് 1ൽ എക്സീഡ് 1 പോയിന്റ് 1നെക്കാട്ടിയും കൂടി. അപ്പോൾ നമ്മൾ 1 മിനിമം ഓഫ് 1, 1നെക്കാട്ടിയും കൂടുതലുള്ളൊരു വാല്യൂ ആണ്. ആ കേസിൽ എന്ത് വന്നു? 1. അപ്പോൾ എന്താണ് ഇവിടെ കിട്ടിയത്? ഡിസ്റ്റൻസ് ഓഫ് പി പ്ലസ് 1, ക്യൂ ഈസ് 1. അതായത് ഇവിടെ പി പ്ലസ് 1 എന്ന് പറയുന്നത് എഫിന് ഔട്ട്സൈഡ് ഉള്ളൊരു മെമ്പറാണ്. കാരണം എഫിലത്തെ ഏറ്റവും വലിയ മെമ്പറാണ് നമ്മുടെ പി. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് 1 എന്ന് പറയുന്നത് എഫിന് ഔട്ട്സൈഡ് ആയിരിക്കും. അത് എക്സിലെ മെമ്പർ, നമ്മളെടുത്തത് ആറാണ്. ആറിലെ മെമ്പറാണ് ക്യൂ എന്ന് പറയുന്നത് എഫിലെ. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്തത് എന്താണ്? പി പ്ലസ് 1ൻ്റെയും ക്യൂവിൻ്റെയും ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ് കിട്ടിയത്, വിച്ച് ഈസ് നോട്ട് ലെസ് ദാൻ ഹാഫ്. അതായത് ഇവിടെ 1 ആണ്. അപ്പോൾ നമ്മളൊരു എപ്സിലോൺ ഈക്വൽ ടു ഹാഫ് ചൂസ് ചെയ്താൽ ഇവിടെ എന്തില്ല? ദ ഡസ് നോട്ട് എക്സിസ്റ്റ് എ ഹാഫ് നെറ്റ്. അപ്പം നമ്മൾ ടോട്ടലി ബൗണ്ടഡ് ആണെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എൻ എപ്സിലോൺ നെറ്റ് എന്നാണ്. അപ്പം നമ്മൾ എടുക്കുന്ന എപ്സിലോൺ ഏതായാലും അവിടെ ഒരു എപ്സിലോൺ നെറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ ഹാഫ് ചൂസ് ചെയ്തു, പക്ഷേ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല? ഡിസ്റ്റൻസ് ഓഫ് പി പ്ലസ് 1 ആൻഡ് ക്യൂ ഈസ് നോട്ട് ലെസ് ദാൻ ഹാഫ് എന്ന് കിട്ടുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം? ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ ഹാഫ് നെറ്റ്. അതുകൊണ്ട് ഇതെന്തല്ല? ടോട്ടലി ബൗണ്ടഡ് അല്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിയറത്തിൻ്റെ കോൺവേഴ്സ് എപ്പോഴും ശരിയാവണമെന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ എന്താണ് പറയുന്നത് വെച്ചാൽ,
A topological space X2 has Bolzano-Weierstrass property provided every infinite subset of X has a limit point. ടൊപ്പോളജിക്കൽ സ്പേസിൻ്റെ ഏതൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എക്സിനും ലിമിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആ ടൊപ്പോളജിക്കൽ സ്പേസിന് ബോൾസാനോ വെയ്സ്ട്രാസ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയും. അപ്പോൾ a topological space has Bolzano-Weierstrass property provided every infinite subset of X has a limit point. Move on to next theorem. Let Xd be a metric space that has Bolzano-Weierstrass property, then Xd is totally bounded. അപ്പോൾ Xd ഒരു മെട്രിക് സ്പേസ് ആണ്, അതിന് ബോൾസാനോ-വെയ്സ്ട്രാസ് പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ അത് ടോട്ടലി ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? Xd be a മെട്രിക് സ്പേസ് വിത്ത് ബോൾസാനോ-വെയ്സ്ട്രാസ് പ്രോപ്പർട്ടി. അപ്പോൾ Xdക്ക് എന്തുണ്ട്? ബോൾസാനോ-വെയ്സ്ട്രാസ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യും. നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? Xd ടോട്ടലി ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? X നോട്ട് ടോട്ടലി ബൗണ്ടഡ്. അസ്യൂം Xd ഈസ് നോട്ട് ടോട്ടലി ബൗണ്ടഡ്. നോട്ട് ടോട്ടലി ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്താ പറയുക? ദർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എക്സ് ഹാസ് നോ എപ്സിലോൺ നെറ്റ്. അവിടെ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മളൊരു എടുത്താൽ അവിടെ എന്താ ഉണ്ടാവണമെന്നില്ല? ഒരു എപ്സിലോൺ നെറ്റെങ്കിലും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ Xd മെട്രിക് സ്പേസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അതിൽ നിന്നൊരു ആർബിട്രറി പോയിന്റ് പിക്ക് ചെയ്യാണ്. ലെറ്റ് x1 ബിലോങ്സ് ടു x. നോക്കാം, x1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് x എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് സെറ്റാണ്. സോ സിംഗിൾട്ടൺ സെറ്റ് x1 എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് സെറ്റാണ്. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? ഇതിന് എപ്സിലോൺ നെറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ആൻഡ് സോ ഇറ്റ് ഈസ് നോട്ട് ആൻ എപ്സിലോൺ നെറ്റ്. ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ നമ്മൾ എപ്സിലോൺ നെറ്റ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് വെച്ചിട്ടാണ് എപ്സിലോൺ നെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എപ്സിലോൺ നെറ്റ് ഇല്ല എന്ന് പറഞ്ഞത് കാരണം ഇവിടെ ഒരു ഔട്ട്സൈഡ് ഒരു പോയിന്റ് x2 ഉണ്ടാവും സച്ച് ദാറ്റ് ദെയർ ഡിസ്റ്റൻസ് ഈസ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. x2ൻ്റെയും x1ൻ്റെയും ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ അല്ല, ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആയിരിക്കും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് x2 ബിലോങ്സ് ടു x സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് x2 ആൻഡ് x1 ഈസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ. ഇനി എഗെയിൻ നോക്കുക, നമ്മൾ ഈ x1ഉം സെറ്റ് x1ഉം x2 എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റാണ്. നൗ സെറ്റ് x1 ആൻഡ് x2 എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്തില്ല? ഫൈനൈറ്റ് സെറ്റ് എപ്സിലോൺ നെറ്റ് ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ എപ്സിലോൺ നെറ്റ്. കാരണം നമ്മൾ അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എപ്സിലോൺ നെറ്റ് അല്ല എന്ന് പറയുന്നത് പ്രകാരം ഇതിൻ്റെ ഔട്ട്സൈഡ് ഒരു x3 ഉണ്ടാവും സച്ച് ദാറ്റ് x3ൻ്റെയും x2ൻ്റെയും ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കില്ല, x3ൻ്റെയും x1ൻ്റെയും ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കില്ല. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് x3 ബിലോങ്സ് ടു x സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് x3 and x1 distance of x3 and x2 is greater than epsilon and distance of x3 and x1 is greater than epsilon. And again നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി x1ഉം x2ഉം x3 നമ്മളൊരു സെറ്റ് ഫൈനൈറ്റ് സെറ്റാണ്. ഇത് എപ്സിലോൺ നെറ്റ് ആയിരിക്കില്ല. അത് പ്രകാരം ഇതിൻ്റെ ഔട്ട്സൈഡ് ഒരു പോയിന്റ് x4 ഉണ്ടാവും സച്ച് ദാറ്റ് x4ൻ്റെയും x3ൻ്റെയും ഡിസ്റ്റൻസും x4ൻ്റെയും x2ൻ്റെയും ഡിസ്റ്റൻസും x4ൻ്റെയും x1ൻ്റെയും ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്കൊരു സെറ്റ് എ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 x2 x3 ഇങ്ങനെയുള്ളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഇൻഫൈനൈറ്റ് സെറ്റ്. ദെൻ distance of xi and xj is greater than epsilon, greater than or equal to എന്ന് പറയാം കേട്ടോ, greater than or equal to പറയാം. So greater than epsilon whenever I not equal to j. അല്ലാത്ത കേസിൽ ഈ ഒരു കണ്ടീഷൻ പ്രകാരം, കാരണം എല്ലാ എലമെൻസിൻ്റെയും ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് x3 എടുത്ത ഡിസ്റ്റൻസ് ഓഫ് x3 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്, ഡിസ്റ്റൻസ് ഓഫ് x3 ആൻഡ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. അപ്പോൾ
ഈക്വൽ അല്ലാത്ത ബാക്കി എല്ലാ കേസിലും എന്താണ്, ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ ഇവിടെ എ നമ്മൾ ഡിഫൈൻ ചെയ്തത് അങ്ങനെയുള്ള എല്ലാ പോയിൻറ്റ്സ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്ത് സെറ്റായി, ഇൻഫൈനൈറ്റ് സെറ്റായി. എ ബി എൻ ഇൻഫൈനൈറ്റ് സെറ്റ്. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്, എക്സ് ഡി ഹാസ് ബോൾസാനോ-വെയ്സ്ട്രാസ് പ്രോപ്പർട്ടി എന്നാണ്. ബോൾസാനോ-വെയ്സ്ട്രാസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എക്സ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. ദെൻ ബൈ ദിസ് അസംഷൻ നമുക്ക് എന്ത് പറയാം, എ ഹാസ് എ ലിമിറ്റ് പോയിന്റ്. എക്ക് എന്തുണ്ടാവും, ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി എക്സ്. എക്സ് ആണ് അതിൻ്റെ ലിമിറ്റ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ലിമിറ്റ് പോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം എന്ത് പറയാൻ പറ്റും, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡിൽ ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ് ഉണ്ട്. ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസ് ഒക്കെ കൺവേർജ് ചെയ്യുന്നത്, അതായത് ലിമിറ്റ് പോയിന്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അതിനെ സെൻറ്ററാക്കി വരക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു നൈബർഹുഡിൽ ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടാവും. കണ്ടെയ്ൻ infinitely many points. ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്നത് അതിലത്തെ 2 പോയിന്റ്, ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മൾ 2 പോയിന്റ് എടുക്കുകയാണ്. ലെറ്റ് എക്സ് ഐ ആൻഡ് എക്സ് ജെ ബിലോങ്സ് ടു എക്സ് ഐ നോട്ട് ഈക്വൽ ടു എക്സ് ജെ ബിലോങ്സ് ടു എന്താണ്, ബി ഡി എക്സ് എപ്സിലോൺ ബൈ 2. ഇതിൻ്റെ നൈബർഹുഡിലുണ്ട്. ഇപ്പോൾ ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്, അതിൽ നമ്മൾ 2 ഡിഫറെൻറ്റ് പോയിന്റ് പിക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഐ ആൻഡ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് ജെ ആൻഡ് എക്സ് എന്ന് പറയുന്നതും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഐ ആൻഡ് എക്സ് ജെ നോക്കുകയാണ്. ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഐ ആൻഡ് എക്സ് ജെ നമ്മൾ ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റി പ്രകാരം ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഐ ആൻഡ് എക്സ് പ്ലസ് എന്ത് പറയാം, ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് എക്സ് ജെ. തൊട്ട് മുകളിൽ ഇവിടെ എപ്സിലോൺ ബൈ 2 ആൻഡ് എപ്സിലോൺ ബൈ 2 ആണ്. ഈ ഓപ്പൺ ബോളിലാണുള്ളത്. എക്സ് ഐ ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. എക്സ് ജെ ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇനി നോക്കുക, വിച്ച് ഈസ് ലെസ് ദാൻ ഡി ഓഫ് എക്സ് ഐ ആൻഡ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് എക്സ് ജെയും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്, ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഐ ആൻഡ് എക്സ് ജെ ഈസ് ലെസ് ദാൻ എപ്സിലോൺ whenever I not equal to j, which is a contradiction. കാരണം നമ്മുടെ ഈ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തത് പ്രകാരം നമ്മൾക്ക് എന്താണ് കിട്ടിയത്, ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഐ ആൻഡ് എക്സ് ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ് whenever I not equal to j. ഇവിടെ നേരെ റിവേഴ്സ് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ കിട്ടാൻ കാരണം നമ്മൾ ദ സ്പേസ് നോട്ട് ടോട്ടലി ബൗണ്ടഡ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. therefore the space is totally bounded. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് T1 സ്പേസിൻ്റെ. T1 സ്പേസ് ഈസ് എ ടോപ്പോളജിക്കൽ സ്പേസ് ഇൻ വിച്ച് ഫോർ എവറി പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ഈച്ച് ഹാസ് എ നൈബർഹുഡ് നോട്ട് കണ്ടെയ്നിങ് ദി അതർ പോയിൻറ്റ്. അതായത് നമ്മളിങ്ങനെയാണ് പറയുക, 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിൻ്റ് എടുത്താൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈ എടുത്താൽ ദർ മസ്റ്റ് എക്സിസ്റ്റ് 2 ഓപ്പൺസിറ്റ്സ് യു ആൻഡ് വി സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് യുവിലുണ്ടായിരിക്കണം, പക്ഷേ വൈ എന്ന് പറയുന്നത് യുവിലുണ്ടായിരിക്കാൻ പാടില്ല. ആൻഡ് വൈ എന്ന് പറയുന്നത് വിയിലുണ്ടായിരിക്കും, ബട്ട് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു വി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ ടോപ്പോളജിക്കൽ സ്പേസിനെ T1 സ്പേസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു വൈ ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡിൽ ആര് വരാൻ പാടില്ല, വൈ വരാൻ പാടില്ല. അപ്പോൾ വൈ ഇതിൻ്റെ ഔട്ട്സൈഡ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഉണ്ടാകാം T1 സ്പേസിൽ. വൈ ഇതിൻ്റെ നൈബർഹുഡിൽ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ വൈൻ്റെ നൈബർഹുഡിൽ എക്സ് ഉണ്ടാകാൻ പാടില്ല. വൈൻ്റെ ഓപ്പൺ സെറ്റിൽ എക്സ് ഉണ്ടാകാൻ പാടില്ല, എക്സിൻ്റെ ഓപ്പൺ സെറ്റിൽ വൈയും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്പേസിനെ എന്ത് വിളിക്കും, T1 സ്പേസ് എന്ന് വിളിക്കും. Move on to next theorem, theorem 4.3. Let X dot be a T1 space and A be a subset of X and P be a limit point of A.
then every neighborhood of P contain an infinite number of distinct members of A. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ സാധാരണ പറയുന്ന ഒരു ലിമിറ്റ് പോയിന്റ്, ഒരു ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് പോയിന്റിൻ്റെ നൈബർഹുഡിൽ ഇൻഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്റ്റ് മെമ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ സെയിം തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ തന്നത് എക്സ് ഡോട്ട് ടി വൺ സ്പേസ് ആണ് എന്നാണ് തന്നത്. എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. സോ എക്സ് ഡോട്ട് ബി എ ടോപ്പോളജിക്കൽ സ്പേസ് and A be a subset of X and let P be a limit point of A. അങ്ങനെയാണെങ്കിൽ Pൻ്റെ ഏതൊരു നൈബർഹുഡ് എടുത്താലും അതിൽ Aൻ്റെ ഇൻഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെടുക്കും? സപ്പോസ് ദർ ഈസ് എ നൈബർഹുഡ് U of P that contain only finite number of elements of A. അതായത് അവിടെ ഒരു നൈബർഹുഡ് U ഉണ്ടാവും, അതിൽ ആര് മാത്രമേ ഉള്ളൂ? ഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്റ്റ് മെമ്പേഴ്സ് ഓഫ് എ മാത്രമേ ഉള്ളൂ നമ്മൾ അസ്യൂം ചെയ്യും. സോ യു എന്ന് പറയുന്നത് എന്താണ്? നൈബർഹുഡ് ഓഫ് പി കണ്ടെയ്ൻ ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഡിസ്റ്റിങ്ക്റ്റ് മെമ്പേഴ്സ് ഓഫ് എ. And let it be x1, x2, എക്സെട്ര എക്സ്. ഇത്രയും ആൾക്കാർ മാത്രമേ അതിൻ്റെ നൈബർഹുഡിലുള്ളൂ എന്ന് അസ്യൂം ചെയ്യും. സോ നമ്മളിവിടെ പീൻ്റെ ഒരു നൈബർഹുഡ് എടുക്കുകയാണ്. പീൻ്റെ നൈബർഹുഡ് യു ആണ്. ഇവിടെ ഈ നൈബർഹുഡിൽ ഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, എക്സെട്ര എക്സ്. ഓക്കെ, ഇനി സ്പേസ് തന്നത്, ഇതൊക്കെ പരസ്പരം ഡിഫറെൻ്റ് ആണ്. സ്പേസ് തന്നത് എന്താണ്? ടി വൺ സ്പേസ് ആണ് തന്നത്. നമ്മൾ എടുക്കുന്നത് ലെറ്റ് യു ഐ ബി എ നൈബർഹുഡ് ഓഫ് പി സച്ച് ദാറ്റ് എക്സ് ഐ ഡസ് നോട്ട് ബിലോങ്സ് ടു യു ഐ. അതായത് നമ്മൾ ഈ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിയും എക്സ് വണ്ണും ഡിഫറെൻ്റ് ആണ്. പിയും എക്സ് വണ്ണും ഡിഫറെൻ്റ് ആണ്. സ്പേസ് ടി വൺ ആണ്. അങ്ങനെയാണെങ്കിൽ പീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് ഉണ്ടാവും, അതിൽ എക്സ് വൺ ഉണ്ടാവില്ല. അതായത് പി എന്ന് പറയുന്നത് നമ്മളൊരു യു വൺ എടുക്കുകയാണ്. യു വൺ ബി എ നൈബർഹുഡ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് വൺ എന്ന് പറയുന്നത് ഏതിൽ വരണമെന്നില്ല? യു വണ്ണിൽ വരണമെന്നില്ല. അതിൽ ബാക്കി പോയിൻറ്റ്സ് വരാം, പക്ഷെ ആരുണ്ടാവില്ല? എക്സ് വൺ ഉണ്ടാവില്ല. ഇനി അതുപോലെ പിയും എക്സ് ടുവും ഡിഫറെൻ്റ് ആണ്, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ആണ്. സ്പേസ് ടി വൺ സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ പീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് അവിടെ യു ടു ഉണ്ടാവും, അതിൽ ആരുണ്ടാവില്ല? എക്സ് ടു ഉണ്ടാവില്ല. എക്സ് ടു ഡസ് നോട്ട് ബിലോങ്സ് ടു യു ടു. അവിടെ ഒരു നൈബർഹുഡ് യു ടു ഉണ്ടാവും. യു ടു എന്ന് പറയുന്നത് പീനെ കണ്ടെയ്ൻ ചെയ്യും, പക്ഷേ എക്സ് ടുവിനെ കണ്ടെയ്ൻ ചെയ്യില്ല, എക്സെട്ര. നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ അവിടെ ഒരു നൈബർഹുഡ് യു എൻ, പിയും എക്സ് എനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു നൈബർഹുഡ് യു എൻ ഉണ്ടാവും, അത് പീനെ കണ്ടെയ്ൻ ചെയ്യും, പക്ഷേ എക്സ് എന്നിനെ കണ്ടെയ്ൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരുപാട് നൈബർഹുഡ് കിട്ടി. അപ്പോൾ പീൻ്റെ തന്നെ യു വൺ ഒരു നൈബർഹുഡ് കിട്ടി, യു ടു കിട്ടി, എക്സെട്ര യു എൻ കിട്ടി, ആൻഡ് യു കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇൻറ്റർസെക്ഷനും എന്തായിരിക്കും? നൈബർഹുഡ് ഓഫ് പി ആയിരിക്കും. യു ഇൻറ്റർസെക്ഷൻ യു വൺ ഇൻറ്റർസെക്ഷൻ യു ടു ഇൻറ്റർസെക്ഷൻ എക്സെട്ര ഇൻറ്റർസെക്ഷൻ യു എൻ ഈസ് ഓൾസോ എ നൈബർഹുഡ് ഓഫ് പി. ഇതും എന്താണ്? പീൻ്റെ നൈബർഹുഡാണ്. പക്ഷേ ഇതിൽ ആരുണ്ടാവില്ല? പി അല്ലാതെ മറ്റൊരു പോയിൻ്റ് ഉണ്ടാവില്ല. കാരണം യു വണ്ണിൽ ആരില്ല? എക്സ് വൺ ഇല്ല. യു ടുവിൽ എക്സ് ടു ഇല്ല, എക്സെട്ര യു എന്നിൽ എക്സിനില്ല. അപ്പോൾ ഈ പോയിൻ്റ് ഒന്നും ഇവിടെ ഇൻറ്റർസെക്ഷനിൽ വരുന്നില്ല. വിത്ത് ഇൻറ്റർസെക്ഷൻ വിത്ത് യു എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആകെയുള്ള പോയിൻ്റ് ആര് മാത്രമേ ഉള്ളൂ? പി മാത്രമേ ഉണ്ടാവുള്ളൂ. യു ഇൻറ്റർസെക്ഷൻ യു വൺ ഇൻറ്റർസെക്ഷൻ എക്സെട്ര ഇൻറ്റർസെക്ഷൻ യു എന്നിൽ പി മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദ ഡെഫിനിഷൻ ഫോർ ലിമിറ്റ് പോയിൻറ്റ്. ലിമിറ്റ് പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ അത് കോൺട്രഡിക്ഷൻ ആണ്. ലിമിറ്റ് പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താ പറയുന്നത്? എവറി നൈബർഹുഡ് ഓഫ് പി കണ്ടെയ്ൻ എ പോയിൻറ്റ് അതർ ദാൻ പി. പി അല്ലാതെ മറ്റൊരു പോയിൻ്റ് കൂടെ അതിൻ്റെ നൈബർഹുഡിൽ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അത് ലിമിറ്റ് പോയിൻ്റ് ആവുള്ളൂ. ഇവിടെ ഇതിൻ്റെ ഒരു നൈബർഹുഡ് എടുത്തപ്പോൾ പി മാത്രമേ ഉള്ളൂ, അത് കോൺട്രഡിക്ഷൻ ആണ്. അത് കോൺട്രഡിക്ഷൻ കിട്ടാൻ കാരണം നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മെമ്പേഴ്സ് ഓഫ് എ. ഒരു നൈബർഹുഡ് അവിടെ ഉണ്ട്, അതിൽ എയിൽ കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. ദർഫോർ നമുക്ക് എന്ത് കിട്ടും? എവറി നൈബർഹുഡ് ഓഫ് പി കണ്ടെയ്ൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മെമ്പേഴ്സ് ഓഫ് എ. നെക്സ്റ്റ് തിയറം,
let XD be a metric space that has Bolzano-Weierstrass property, and let theta be an open cover of X. Then there exists a positive number delta such that for each x belongs to X, BDX delta is a subset of some members of theta. അപ്പോൾ നമ്മൾ തീറ്റ ഇപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ യു ആൽഫ ബിലോങ്സ് ടു ലാംഡ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എക്സ് ഡി ഈസ് എ മെട്രിക് സ്പേസ് ദാറ്റ് ഹാസ് ബോൾസാനോ-വെയർസ്ട്രാസ് പ്രോപ്പർട്ടി. തീറ്റ എന്ന് പറയുന്നത് എക്സിൻ്റെ ഓപ്പൺ കവറാണ്. തീറ്റ എക്സിൻ്റെ ഓപ്പൺ കവറാണെന്ന് പറഞ്ഞാൽ തീറ്റയിലത്തെ മെമ്പേഴ്സിൻ്റെ യൂണിയൻ ആരെ കവർ ചെയ്യും, എക്സിനെ കവർ ചെയ്യും. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ ഏതൊരു എക്സ് ബിലോങ്സ് ടു എക്സ് എടുത്താലും എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ബോൾ വിത്ത് ഡെൽറ്റ റേഡിയസ് ഈ ഓപ്പൺ, അതായത് ഓപ്പൺ കവറിൻ്റെ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ ഉള്ളിലായിരിക്കും. ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് ബി ഡി എക്സ് ഡെൽറ്റ ഈസ് എ സബ്സെറ്റ് ഓഫ് യു ഫോർ സം യു ബിലോങ്സ് ടു തീറ്റ. തീറ്റയിലത്തെ മെമ്പറിൻ്റെ ഏതിൻ്റെങ്കിലും ഉള്ളിലായിരിക്കും ആര് വരിക, ഈ എക്സിനെ സെൻറ്ററാക്കി ഡെൽറ്റ റേഡിയസിൽ വരക്കുന്ന ഓപ്പൺ ബോൾ. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, ദർ ഈസ് നോ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that for each x in x BDX delta is a subset of some members of theta. ഇങ്ങനെയായിട്ട് വരുന്ന ഒരു ഡെൽറ്റ അവിടെ ഇല്ല നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടണം. ആൻഡ് നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1/n പിക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഫോർ n ബിലോങ്സ് ടു n, അങ്ങനെയാണെങ്കിൽ ഇതേ കണ്ടീഷൻ നമുക്ക് എന്ത് പറയാം, ബി ഡി എക്സ് എൻ 1/n is not any member of theta. u alpha where u alpha belongs to theta. ഈ ബി ഡി എക്സ് എൻ 1/n എന്ന് പറയുന്നത് ഒരു യു ആൽഫേൻ്റെയും സബ്സെറ്റ് ആയിട്ട് വരില്ല നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കുക, ബി ഡി എക്സ് 1/1 എന്ന് പറയുന്നത് ഇതിലൊരു മെമ്പർ ആയിരിക്കില്ല. ബി ഡി എക്സ് 1/2 എന്ന് പറയുന്നത് ഈ ഓപ്പൺ കവറിൻ്റെ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ ഉള്ളിലായിരിക്കില്ല. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് x1 x2 x3 എക്സെട്ര, ഇങ്ങനൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. ഇനി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ സെറ്റ് ഇൻഫിനിറ്റ് സെറ്റാണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ അതിന് ബോൾസാനോ-വെയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എ ഇൻഫൈനൈറ്റ് ആണോ ചെക്ക് ചെയ്യാൻ നമ്മളൊരു പോയിന്റ് അതിൽ നിന്ന് പിക്ക് ചെയ്യാണ്. ലെറ്റ് വൈ ബിലോങ്സ് ടു എക്സ്. നമ്മൾ എക്സ് എന്നൊരു പോയിന്റ് വൈ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് ഈ തീറ്റയിലത്തെ ഏതെങ്കിലും ഒരു മെമ്പറിലുണ്ടാവും. കാരണം എക്സിനെ ആര് കവർ ചെയ്യുന്നുണ്ട്, തീറ്റ കവർ ചെയ്യുന്നുണ്ട്. യൂണിയൻ ഓഫ് യു ആൽഫ ബിലോങ്സ് ടു ലാംഡ എന്ന് പറയുന്നില്ല. അപ്പോൾ വൈ ബിലോങ്സ് ടു എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഇതിൻ്റെ ഏതെങ്കിലും ഉള്ളിലുണ്ടാവും. അപ്പോൾ വൈ ബിലോങ്സ് ടു യു ഫോർ സം യു ബിലോങ്സ് ടു തീറ്റ. ഇനി നോക്കുക, നമ്മൾ തന്നത് മെട്രിക് സ്പേസ് ആണ് തന്നത്. യു ഒക്കെ ഈ ഓപ്പൺ കവർ എന്നാണ് പറയുന്നത്. യു ഒക്കെ ഓപ്പൺ ആണ്. അപ്പോൾ മെട്രിക് സ്പേസിൽ ഒരു സെറ്റ് ഓപ്പൺ എന്ന് പറയുന്നത് എപ്പോഴാണ്, ഈ പോയിന്റിനെ സെൻറ്ററാക്കി വരക്കുന്ന ഒരു ഓപ്പൺ ബോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുമ്പോഴാണ്. സോ നമുക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 such that BD y epsilon is a subset of u. ഇങ്ങനെ പറയാം. ഇനി നമ്മൾ എടുക്കാണ് ഫൈൻഡ് n belongs to n, find a natural number such that 1/n is less than epsilon. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, എപ്സിലോണിനെ കാട്ടിയും ചെറുതാണ് 1/n. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി ഡി y 1/n is a subset of BD y epsilon which is a subset of u. ഇങ്ങനെ പറയാൻ പറ്റും. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, വൈനെ സെൻറ്ററായിട്ട് എന്താണ് എടുത്തത്, എപ്സിലോൺ റേഡിയസിലുള്ള ഒരു ഓപ്പൺ ബോൾ ഏതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു, യുവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. ഇത് എപ്സിലോൺ റേഡിയസ് ആണ്. എപ്സിലോണിനെ കാട്ടിയും ചെറുതാണ് 1/n. അങ്ങനെയാണെങ്കിൽ വൈ സെൻറ്ററായിട്ട് 1/n റേഡിയസിൽ വരക്കുന്ന ഓപ്പൺ ബോൾ ബി ഡി വൈ എപ്സിലോണിൻ്റെ ഉള്ളിലുണ്ടാവും, വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് യു. ഓക്കെ, ദെൻ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, നമുക്ക് നേരെ റിവേഴ്സ് പറയാമല്ലോ. നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി ഡി y 1/n is a subset of BD y 1/N
വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് യു. ഇങ്ങനെ പറയാൻ പറ്റും. ഇനി നോക്കാം, ഇവിടെ ബി ഡി വൈ 1/n സബ്സെറ്റ് ഓഫ് യു എന്ന് കിട്ടി. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തത് എന്താ, ഇങ്ങനെ ഒരു പോയിന്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ വൈ നോട്ട് ഈക്വൽ ടു എന്താണ്, വൈ നോട്ട് ഈക്വൽ ടു ഇവിടെ എക്സ് എൻ, വൈ നോട്ട് ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഒരു സ്റ്റേജിന് ശേഷം വരുന്ന എല്ലാ പോയിന്റ് എടുത്താലും വൈ അതിനൊന്നും ഈക്വൽ അല്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈ എ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റാണ് എന്ന് കിട്ടി. ഓക്കെ, കാരണം ഈ വൈയും, അതായത് നമ്മൾ എക്സ് എന്നൊരു പോയിന്റ് എടുത്താൽ ആ എക്സിലെ പോയിന്റും ഈ എ എന്ന് പറയുന്ന സെറ്റിലെ പോയിന്റും തമ്മിൽ പരസ്പരം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്, എക്ക് ബോൾസാനോ വേസ്റ്റാസ് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. സോ എ ഹാസ് എ ലിമിറ്റ് പോയിന്റ്, ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. സോ എ ഹാസ് എ ലിമിറ്റ് പോയിന്റ് സേ എ. നമ്മൾ എടുക്കുന്ന എക്ക് ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട് എ. ഇനി ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എ ബിലോങ്സ് ടു എ ആണ്, ദാറ്റ് ഈസ് എ ബിലോങ്സ് ടു എക്സ്. എ ബിലോങ്സ് ടു എക്സ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, എ ബിലോങ്സ് ടു യു ഫോർ സം യു ബിലോങ്സ് ടു തീറ്റ. എക്സിലുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു യുവിലുണ്ടാവും. ഇനി എഗെയിൻ നമ്മൾ എന്ത് പറയാൻ പറ്റും, യു ബിലോങ്സ് ടു തീറ്റ ആണ്. തീറ്റ യു എന്ന് പറയുന്നത് ഓപ്പൺ കവറാണ്, എ എന്ന് പറയുന്നത് ആ ഓപ്പൺ സെറ്റിലത്തെ ഒരു മെമ്പറാണ്, തന്നത് മെട്രിക് സ്പേസ് ആണ്. മെട്രിക് സ്പേസിൽ ഒരു സെറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് ആർ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ബി ഡി എ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് യു. ഇങ്ങനെയായിരിക്കും വരിക ഓപ്പൺ മെട്രിക് സ്പേസിലെ ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനിഷൻ. ഇനി നമ്മളൊരു എം എടുക്കുകയാണ്, ഫൈൻഡ് എം ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് 1/m ഈസ് ലെസ് ദാൻ r/2. ഇങ്ങനെ ചൂസ് ചെയ്യാണ്. ഇനി നോക്കാം, ഇവിടെ ബി ഡി എ ആർ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യു ആണെങ്കിൽ ബി ഡി എ r/2 കൂടെ കൺസിഡർ ചെയ്യാണ്. ബി ഡി എ r/2 ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഡി എ ആർ ആണ് വരിക. നോക്കാം, ഇനി ഇവിടെ ബി ഡി എ r/2 എന്ന് പറയുന്നത് എയിൻ്റെ നൈബർഹുഡ് ആണ്, എ ലിമിറ്റ് പോയിന്റ് ആണ്. ലിമിറ്റ് പോയിന്റിൻ്റെ കണ്ടീഷൻ പ്രകാരം എവറി നൈബർഹുഡ് ഓഫ് എ കണ്ടെയ്ൻ ഇൻഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് ഓഫ് എയിലത്തെ, കാരണം എന്താണ്, ലിമിറ്റ് പോയിന്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അതിൻ്റെ ഏത് നൈബർഹുഡ് എടുത്താലും അതിൽ എയിലത്തെ ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാണ്. ലെറ്റ് എക്സ് എം ബിലോങ്സ് ടു ബി ഡി എ r/2. നമ്മൾ അതിൽ നിന്നൊരു പോയിന്റ് പിക്ക് ചെയ്യാണ്. ഇനി നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ബി ഡി എക്സ് എം 1/m ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഡി എ ആർ. ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ ഇതിൽ നിന്നൊരു പോയിന്റ് എടുത്തിട്ട് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ് സെഡ് ബിലോങ്സ് ടു ബി ഡി എക്സ് എം 1/m എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എക്സ് എം ആൻഡ് സെഡ് ഈസ് ലെസ് ദാൻ 1/m. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതേ സെറ്റ് ബി ഡി എ ആറിലുണ്ടോ എന്നാണ് വെരിഫൈ ചെയ്ത് നോക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ഓഫ് സെഡ് ആൻഡ് എ കൺസിഡർ ചെയ്ത് നോക്കുക. ഡിസ്റ്റൻസ് ഓഫ് സെഡ് ആൻഡ് എ ഈസ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി പ്രകാരം ഡിസ്റ്റൻസ് ഓഫ് സെഡ് ആൻഡ് എക്സ് എം പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് എം ആൻഡ് എ എന്ന് എഴുതാം, വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡിസ്റ്റൻസ് ഓഫ് സെഡ് ആൻഡ് എം ഈസ് ലെസ് ദാൻ 1/m ആണ്. 1/m പ്ലസ് എക്സ് എമ്മിൻ്റെയും എയിൻ്റെയും ഡിസ്റ്റൻസ് ഓഫ് എക്സ് എം ആൻഡ് എ ഈസ് ലെസ് ദാൻ r/2 ആണ്. കാരണം എക്സ് എം ഇതിലുണ്ട്. സോ ലെസ് ദാൻ r/2. ഇനി നമ്മൾ 1/m എങ്ങനെയാണ് ചൂസ് ചെയ്തത്, ചൂസ് എം സച്ച് ദാറ്റ് 1/m ലെസ് ദാൻ r/2 എന്നാണ് ചൂസ് ചെയ്തത്. സോ വിച്ച് ഈസ് ലെസ് ദാൻ r/2 പ്ലസ് r/2 വിച്ച് ഈസ് ഈക്വൽ ടു r. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡിസ്റ്റൻസ് ഓഫ് സെഡ് ആൻഡ് എ ഈസ് ലെസ് ദാൻ r, ദാറ്റ് ഈസ് എന്ത് കിട്ടി, ബി ഡി എക്സ് എം 1/m ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഡി എ ആർ. ഇനി നോക്കുക, ബി ഡി എ ആർ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യു ആണ്.
അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? ബി ഡി എക്സും 1/m ഈസ് എ സബ്സെറ്റ് ഓഫ് യു എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം നമ്മൾ അസ്യൂം ചെയ്തത് ഇങ്ങനെ ഒരു പോയിൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? If there is a for any x belongs to x, there exists a positive number delta such that bdx delta is a subset of some member of theta. ഇതാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. Move on to next definition. Let theta be an open cover of a metric space Xt. A Lebesgue number for theta is a positive number epsilon such that each subset x of diameter less than epsilon is a subset of some member of theta. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അവിടെ നമ്മൾ ഡെൽറ്റയാണ് എടുത്തത്, അതിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലബേഗ് നമ്പർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ്, എ ടോപ്പോളജിക്കൽ സ്പേസ് X2 is countably compact provided every countable open cover has a finite subcover. അപ്പോൾ കൗണ്ടബ്ലി കോമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എവറി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ എന്നാണ്. കൗണ്ടബ്ലി കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എവറി കൗണ്ടബിൾ ഓപ്പൺ കവർ ഓഫ് എക്സ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. അപ്പോൾ ഏതൊരു കൗണ്ടബിൾ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പേസിനെ കൗണ്ടബ്ലി കോമ്പാക്റ്റ് എന്ന് വിളിക്കും. ഇനി അടുത്ത ഡെഫിനിഷൻ പറയുന്നത്, എ എന്ന് പറയുന്നത് ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് വിച്ച് ഹാസ് എ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി പ്രൊവൈഡഡ് ദാറ്റ് ഇൻ്റർസെക്ഷൻ എ where എ ബിലോങ്സ് ടു എ ഡാഷ് നോൺ എം ടി. അതായത് എ എന്ന് പറയുന്നത് ഒരു സെറ്റിൽ A1 A2 എക്സെട്ര കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. എ ഡാഷ് എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റാണ്, എയിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ എക്ക് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇൻ്റർസെക്ഷൻ എ ബിലോങ്സ് ടു എ ഡാഷ് നോൺ എം ടി ആകുമ്പോൾ. എ ഡാഷിലെ എലമെൻസിൻ്റെ ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? എക്ക് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയും. Move on to next theorem, theorem 4.5. A topological space X2 is countably compact provided, if and only if every countable family of closed subset of X with the finite intersection property has a non-empty intersection. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് പറയുന്നത്, എക്സ് ഡോട്ട് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്താ? എവറി കൗണ്ടബിൾ ഫാമിലി ഓഫ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ്, നമ്മളൊരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സബ്സെറ്റ് എടുത്തു, അതിന് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് തന്നെ റിവേഴ്സും. സോ ഫസ്റ്റ് വി സപ്പോസ് ദാറ്റ് X2 ഈസ് കൗണ്ടബിളി കോമ്പാക്റ്റ്. X2 കൗണ്ടബിളി കോമ്പാക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യും. നമ്മൾ എ എന്ന് പറയുന്നൊരു കളക്ഷൻ എടുക്കുകയാണ്, സെറ്റ് ഓഫ് ഓൾ എ ആൽഫ. ആൽഫ ബിലോങ്സ് ടു ലാംഡ എന്ന് പറയുന്നത് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. ഇത് ക്ലോസ്ഡ് ആണ്, കൗണ്ടബിൾ ആണ്, ആൻഡ് ഹാസ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി. ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇൻ്റർസെക്ഷൻ എ ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ എന്ന് പറയുന്നത് നോൺ എം ടി ആണ്. ഇതിൻ്റെ മൊത്തം ഇൻ്റർസെക്ഷൻ എന്താണ്? നോൺ എം ടി ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ഇൻ്റർസെക്ഷൻ എം ടി ആണ് എന്ന് അസ്യൂം ചെയ്യും. അസ്യൂം ഇൻ്റർസെക്ഷൻ എ ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ ഈസ് എം ടി. എം ടി സെറ്റാണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? സെറ്റ് ഓഫ് ഓൾ എക്സ് മൈനസ് എ, ഞാനിതിനെ തീറ്റ എന്ന് വിളിക്കുകയാണ്, എക്സ് മൈനസ് എ ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ എന്ന് പറയുന്നത് എന്ത് കിട്ടും? കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് കിട്ടും. കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണെന്ന് കിട്ടും. കാരണം എന്താ? എ ആൽഫയൊക്കെ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് എക്സ് മൈനസ് എ ആൽഫയൊക്കെ എന്താണ്? ഓപ്പൺ ആണ്. ഓക്കെ, ഇതിൻ്റെ യൂണിയൻ എടുത്ത് നോക്കാം. യൂണിയൻ ഓഫ് എക്സ് മൈനസ് എ ആൽഫ എന്ത് വരുന്നത് നോക്കാം. യൂണിയൻ ഓഫ് എക്സ് മൈനസ് എ ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ ഈസ് നത്തിങ് ബട്ട് എക്സ് മൈനസ് ഇൻ്റർസെക്ഷൻ എ ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ. ഇനി നമ്മൾ അസ്യൂം ചെയ്തത് ഇൻ്റർസെക്ഷൻ എ ആൽഫ എം ടി ആണെന്നാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു യൂണിയൻ ഓഫ് എക്സ് മൈനസ് എ ആൽഫ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈ തീറ്റ എന്ന് പറയുന്നത് എന്തായി? എക്സിൻ്റെ ഓപ്പൺ കവറായി. ദാറ്റ് ഈസ് തീറ്റ ഈസ് എൻ ഓപ്പൺ കവർ ഓഫ് എക്സ്. വെറും ഓപ്പൺ കവറല്ല, കൗണ്ടബിൾ
ഓപ്പൺ കവറാണ്, കൗണ്ടബിൾ ഓപ്പൺ കവറാണ്. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്, സ്പേസ് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണെന്നാണ്. അപ്പോൾ ഇതിന് എന്തുണ്ടാവും, ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും, യൂണിയൻ ഐ ഈക്വൽ ടു 1 to n എക്സ് മൈനസ് യു ആൽഫ ഐ. കൗണ്ടബിൾ കളക്ഷൻ്റെ ഫൈനൈറ്റ് സബ് കളക്ഷനും എക്സിനെ കവർ ചെയ്യുന്ന നമ്മൾക്ക് ഇവിടുന്ന് കിട്ടി. ഇനി ഇതിനെ മാറ്റി എഴുതാം. എക്സ് മൈനസ് യൂണിയൻ ഓഫ് എക്സ് മൈനസ് യു ആൽഫ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഇൻറ്റർസെക്ഷൻ ഐ ഈക്വൽ ടു 1 to n യു ആൽഫ ഐ. ഇതിൻ്റെ മീനിങ് എന്താ, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ഇൻറ്റർസെക്ഷൻ യു ആൽഫ എന്ന് പറഞ്ഞാൽ ഇൻറ്റർസെക്ഷൻ ഐ ഈക്വൽ ടു 1 to n യു ആൽഫ ഐൻ്റെ വാല്യൂ എന്താണ് വരിക, എം ടി ആണ് വരിക. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താ, നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുണ്ട്, സോറി എ ആൽഫ ഐ ആണ്, യു ആൽഫ ഐ അല്ല. നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഇതിന് ഫൈനൈറ്റ് ഇൻറ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഫൈനൈറ്റ് സെറ്റ് എടുത്താൽ അതിൻ്റെ ഇൻറ്റർസെക്ഷൻ നോൺ എം ടി ആണെന്ന് പറയുന്നുണ്ട്. അതിവിടെ കോൺട്രഡിക്ഷൻ കിട്ടി, ഇവിടെ എം ടി സെറ്റ് ആണെന്ന് കിട്ടുന്നത്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ദെർഫോർ ഇൻറ്റർസെക്ഷൻ എ ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ എന്ന് പറയുന്നത് നോൺ എം ടി ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് എന്താണ്, എവറി കൗണ്ടബിൾ ഫാമിലി ഓഫ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് വിത്ത് ഫൈനൈറ്റ് ഇൻറ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഹാസ് എ നോൺ എം ടി ഇൻറ്റർസെക്ഷൻ. അതായത് ഒരു ക്ലോസ്ഡ് കൗണ്ടബിൾ കളക്ഷൻ എടുത്തു, അതിന് ഫൈനൈറ്റ് ഇൻറ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്, ആൻഡ് അതിൻ്റെ ടോട്ടൽ ഇൻറ്റർസെക്ഷൻ നോൺ എം ടി ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, സ്പേസ് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, സപ്പോസ് എക്സ് ഈസ് നോട്ട് കൗണ്ടബിളി കോമ്പാക്റ്റ്. നോട്ട് കൗണ്ടബിളി കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സിൻ്റെ ഓരോ ഒരു കൗണ്ടബിൾ ഓപ്പൺ കവറെങ്കിലും ഉണ്ടാവും, വിച്ച് ഹാസ് നോ ഫൈനൈറ്റ് സബ് കവർ. സോ ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ കവർ തീറ്റ countable open cover. Countable open cover for X that has no finite subcover. അപ്പോൾ നോട്ട് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തീറ്റ എന്നുള്ളത് എങ്ങനെ എടുക്കാം, സെറ്റ് ഓഫ് ഓൾ യു ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ എന്നെടുത്തു. ദാറ്റ് ഈസ് ഇവിടെ തന്നത് എന്താണ്, എക്സ് ഈക്വൽ ടു എന്താണ്, യൂണിയൻ യു ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡയാണ്. ബട്ട് എക്സ് നോട്ട് ഈക്വൽ ടു യൂണിയൻ ഐ ഈക്വൽ ടു 1 to n യു ആൽഫ. ഇതിൻ്റെ ഫൈനൈറ്റ് സബ് കവർ എക്സിനെ കവർ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ എടുത്തതുപോലെ റിവേഴ്സ് എടുക്കുകയാണ്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് മൈനസ് യു ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ. യു ആൽഫയൊക്കെ ഓപ്പൺ ആണ്, ദെർഫോർ എക്സ് മൈനസ് യു ആൽഫയൊക്കെ ക്ലോസ്ഡ് ആണ്. യു ആൽഫ എന്ന് പറയുന്നത് കൗണ്ടബിൾ കളക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, എ എന്ന് പറയുന്നത് എന്താണ്, കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്. കൗണ്ടബിൾ ആണ്, ക്ലോസ്ഡും ആണ്, ക്ലോസ്ഡ് കളക്ഷൻ ആണ് വരുന്നത്. ഇനി നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഫൈനൈറ്റ് ഇൻറ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കാം. ഫൈനൈറ്റ് ഇൻറ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന് നോൺ എം ടി ഇൻറ്റർസെക്ഷൻ ആയിരിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ ഇൻറ്റർസെക്ഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് മൈനസ് യു ആൽഫ എന്താണ് വരിക, എക്സ് മൈനസ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to n യു ആൽഫ. ഇനി നോക്കാം, യൂണിയൻ ഐ ഈക്വൽ ടു 1 to n യു ആൽഫ എക്സിന് ഈക്വൽ അല്ല. അതുകൊണ്ട് എക്സ് മൈനസ് ഇത് എക്സിന് ഈക്വൽ അല്ല, എക്സ് മൈനസ് ഈ സെറ്റ് എന്ന് പറയുന്നത് എന്തുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 5. അതായത് ഈ സെറ്റിന് എന്തുണ്ട്, ഫൈനൈറ്റ് ഇൻറ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. എ ഹാസ് ഫൈനൈറ്റ് ഇൻറ്റർസെക്ഷൻ പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അസംഷൻ പ്രകാരം ഇൻറ്റർസെക്ഷൻ എ ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും, നോൺ എം ടി ആയിരിക്കും. ദാറ്റ് ഈസ് എന്ത് വന്നു, ഇൻറ്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു ലാംഡ എക്സ് മൈനസ് യു ആൽഫ എന്ന് പറയുന്നത് നോൺ എം ടി ആയിരിക്കും. ഇത് ഡെഫിനിഷൻ പ്രകാരം എന്താണ് വരിക, എക്സ് മൈനസ്
union u alpha, alpha belongs to lambda, not equal to 5. ഇത് പ്രകാരം എന്ത് വന്നു? എക്സ് നോട്ട് ഈക്വൽ ടു യൂണിയൻ യു ആൽഫ, ആൽഫ ബിലോങ്സ് ടു ലാംഡ എന്ന് കിട്ടും. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദിസ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എന്നാണ് എഴുതിയത്, ഇവിടെ അത് കോൺട്രഡിക്ഷൻ വന്നു. ദെർഫോർ ദ സ്പേസ് ഈസ് കൗണ്ടബിളി കോമ്പാക്റ്റ്.